മലയാളത്തിൽ നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുന്നിടത്ത് ഇംഗ്ലീഷിൽ ചിലപ്പോൾ പല പ്രിപ്പോസിഷനുകൾ വേണ്ടിവരും. ആ സന്ദർഭം അനുസരിച്ച് മാറും. അതാണ് മനസ്സിലാക്കാൻ ഏറ്റവും പ്രയാസം. നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇൻ, ഓൺ, ആറ്റ് ഇതിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? സ്ഥലവും സമയവും പറയാൻ ഉപയോഗിക്കുന്നത്. തുടങ്ങാം. അപ്പം ഇൻ, സാധാരണയായി നമ്മൾ ഇൻ എപ്പോഴാ ഉപയോഗിക്കാറ്? ഒരു വലിയ ഏരിയ അല്ലെങ്കിൽ ഒരു അടഞ്ഞ സ്ഥലത്തിന്റെ ഉള്ളിൽ എന്ന് പറയാൻ. ഉദാഹരണത്തിന് സ്ഥലമാണെങ്കിൽ ഇപ്പോ ഇൻ ഇന്ത്യ, ഇൻ തിരുവനന്തപുരം, അല്ലെങ്കിൽ ഒരു റൂമിന്റെ ഉള്ളിൽ ഇൻ ദ റൂം, ഒരു ബോക്സിന്റെ ഉള്ളിൽ ഇൻ ദ ബോക്സ്, അങ്ങനെ. ഓക്കെ. സമയത്തിന്റെ കാര്യത്തിലോ? സമയം പറയുമ്പോൾ കുറച്ചുകൂടി ദൈർഘ്യമുള്ള കാലയളവ്, വർഷങ്ങൾ, മാസങ്ങൾ, ഋതുക്കൾ. ഉദാഹരണത്തിന് ഇൻ 1990, ഇൻ ഡിസംബർ, ഇൻ സമ്മർ. പിന്നെ ദിവസത്തിന്റെ ഭാഗങ്ങൾക്കും പറയാറുണ്ട്. ഇൻ ദ മോർണിംഗ്, ഇൻ ദി ഈവനിംഗ്. ശരി. അപ്പോ ഇൻ ഒരു വലിയ സ്ഥലമോ സമയമോ ആണെങ്കിൽ ഓൺ കുറച്ചുകൂടി സ്പെസിഫിക് ആണോ? ഒരു പ്രതലത്തിൽ തൊട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസം? അതെ അതെ. ഓൺ പറയുമ്പോൾ ഒരു സർഫസ്, ഒരു പ്രതലം ഓർക്കുക. ഓൺ ദ ടേബിൾ, ഓൺ ദ വാൾ. പിന്നെ റോഡിന്റെ പേര് പറയുമ്പോഴും ഓൺ MG റോഡ് എന്ന് പറയാം. സമയത്തിന്റെ കാര്യത്തിൽ ദിവസങ്ങളും തീയതികളുമാണോ? അതാണ്. ദിവസങ്ങൾ, തീയതികൾ. ഓൺ മൺഡേ, ഓൺ ഓഗസ്റ്റ് 15th, ഓൺ ക്രിസ്മസ് ഡേ, ഇതിനൊക്കെ ഓൺ ആണ് ഉപയോഗിക്കാറ്. ഓക്കെ. ഇനി മൂന്നാമത്തേത് ആറ്റ്. ഇത് ഏറ്റവും കൃത്യമായ സ്ഥലമോ സമയമോ പറയാനാണോ ഉപയോഗിക്കുന്നത്? കൃത്യം. ആറ്റ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റാണ് ഓർക്കേണ്ടത്, ഒരു സ്പെസിഫിക് ലൊക്കേഷൻ. സ്ഥലമാണെങ്കിൽ അറ്റ് ദ ബസ് സ്റ്റോപ്പ്, അറ്റ് ദ ഡോർ, അറ്റ് ഹോം. വീട്ടിൽ എന്ന് പറയാൻ അറ്റ് ഹോം. സ്കൂളിൽ, പാർട്ടിയിൽ എന്നൊക്കെ പറയുമ്പോഴും? അതെ, അറ്റ് സ്കൂൾ, അറ്റ് ദ പാർട്ടി. ഒരു പ്രത്യേക പോയിന്റ് അല്ലെങ്കിൽ സ്ഥലം. സമയത്തിന്റെ കാര്യത്തിലും ഇത് വളരെ കൃത്യമാണ്. ക്ലോക്കിലെ സമയം, അറ്റ് 7 PM, അറ്റ് മിഡ് നൈറ്റ്. പിന്നെ അറ്റ് നൈറ്റ് എന്നും പറയാറുണ്ട്, അറ്റ് ക്രിസ്മസും. അപ്പോ ഒരു പൊതുവായതിൽ നിന്ന് ഇൻ, കുറച്ചുകൂടി കൃത്യമായതിലേക്ക് ഓൺ, ഏറ്റവും കൃത്യമായതിലേക്ക് ആറ്റ് വരുന്നു, അല്ലേ? അതെ, അങ്ങനെ ഓർത്തുവെക്കാൻ എളുപ്പമാണ്. സ്ഥലത്തിന്റെയും സമയത്തിന്റെയും കാര്യത്തിൽ ഈ ഒരു ക്രമം സഹായിക്കും. ശരി. ഇനി നമുക്ക് ദിശ കാണിക്കുന്ന പ്രപ്പോസിഷനുകളിലേക്ക് കടക്കാം. ടു ആണല്ലോ അതിലേറ്റവും പ്രധാനം. അതെ, ടു. ഒരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നീക്കമാണിത് കാണിക്കുന്നത്. എവിടേക്ക് എന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഗോ ടു ദ മാർക്കറ്റ്, വാക്ക് ടു ദ ഡോർ. എനിക്ക് തരൂ, ഗിവ് ഇറ്റ് ടു മീ. അപ്പോ ഫ്രമ്മോ? അതിന്റെ നേരെ ഓപ്പോസിറ്റ്. എവിടെ നിന്ന് വരുന്നു എന്ന് കാണിക്കാൻ. അതെ, ഉറവിടം, സ്റ്റാർട്ടിംഗ് പോയിന്റ്. കമ്മിങ് ഫ്രം കൊച്ചി, എ ഗിഫ്റ്റ് ഫ്രം മൈ ഫ്രണ്ട്. സമയം പറയുമ്പോഴും ഉപയോഗിക്കാം. ഫ്രം 9 AM ഓൺവേർഡ്സ്. ഓക്കെ. ഇനി ഇൻ ടുവും ഓൺ ടുവും. ഇതിൽ വ്യത്യാസം എന്താണ്? രണ്ടും ചലനം കാണിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ, ഓൺ ഉണ്ടല്ലോ, അതിന്റെ ചലിക്കുന്ന രൂപങ്ങളാണിവ. ഇൻടു എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് അകത്തേക്ക് ഒരു മൂവ്മെന്റ്. ഹി ജംപ്ഡ് ഇൻ ടു ദ പൂൾ. ഷീ വാക്ക്ഡ് ഇൻ ടു ദ റൂം. അകത്തേക്ക് കടക്കുക. അതെ. ഓൺ ടു ആണെങ്കിൽ ഒരു പ്രതലത്തിന്റെ മുകളിലേക്ക് ഒരു മൂവ്മെന്റ്. ദ കാറ്റ് ജംപ്ഡ് ഓൺ ടു ദ റൂഫ്. പുട്ട് ദ ഫയൽസ് ഓൺ ടു ദ ഡെസ്ക്. മുകളിലേക്ക്, ഒരു പ്രതലത്തിലേക്ക്. വ്യക്തമായി. ഇനി മറ്റ് സാധാരണ പ്രൊപ്പോസിഷനുകൾ കൂടി നോക്കാം. വിത്ത്. വിത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, കൂടെ, ഐ വെന്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. രണ്ട്, ഒരു ഉപകരണം ഉപയോഗിച്ച്, കട്ട് ദി ആപ്പിൾ വിത്ത് എ നൈഫ്. മൂന്ന്, ഒരു പ്രത്യേകതയെ കാണിക്കാൻ, ദ മാൻ വിത്ത് ദ ഹാറ്റ്. വിതൗട്ട് പിന്നെ എളുപ്പമാണ്. ഇല്ലാതെ, ഐ കാൺട്ട് ലിവ് വിതൗട്ട് കോഫി. അതെ. ഇനി ഫോർ. ഇതിനും ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, ആർക്കു വേണ്ടി, ദിസ് ഇസ് ഫോർ യു. രണ്ട്, എന്തിനു വേണ്ടി, ഒരു ഉദ്ദേശം, വി വെന്റ് ഔട്ട് ഫോർ ഡിന്നർ. മൂന്ന്, ഒരു കാലയളവ്, ദേ ടോക്ഡ് ഫോർ ആൻ hour. ശരിയാണ്. അവസാനമായി ഓഫ്. ഇതെപ്പോഴാണ് ഉപയോഗിക്കാറ്? ഓഫ് സാധാരണയായി ഒരു ബന്ധം അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം കാണിക്കാനാണ്. ദ ക്യാപിറ്റൽ ഓഫ് കേരള. ഭാഗം പറയാൻ, എ പീസ് ഓഫ് കേക്ക്. ഒരു വസ്തുവിന്റെ ഗുണം പറയാൻ, ദ കളർ ഓഫ് ദ സ്കൈ. അങ്ങനെ പലതും. ഓ, ഇത് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതെല്ലാം എങ്ങനെ ഓർമ്മ വയ്ക്കും? അതാണ് ചോദ്യം. ഇതിന്റെ നിയമങ്ങൾ ഇങ്ങനെ മനപാഠമാക്കാൻ ശ്രമിക്കുന്നതിൽ വലിയ കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ പ്രയോഗത്തിലൂടെയാണ് പഠിക്കേണ്ടത്. അപ്പോ കൂടുതൽ വായിക്കുക, കേൾക്കുക എന്നതാണോ വഴി? അതെ.
ധാരാളം ഇംഗ്ലീഷ് വായിക്കുക, പുസ്തകങ്ങൾ, വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുക. സിനിമകളിലോ പാട്ടുകളിലോ ഒക്കെ ഇതെങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നോക്കുക. സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഇത് ഉപയോഗിച്ച് പരിശീലിക്കണം അല്ലേ? തെറ്റുകൾ വന്നാലും കുഴപ്പമില്ല. തീർച്ചയായും തെറ്റുകൾ പഠനത്തിന്റെ ഭാഗമാണ്. പിന്നെ നല്ലൊരു ഡിക്ഷണറി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചില വാക്കുകൾക്ക് ശേഷം പ്രത്യേക പ്രിപ്പോസിഷനുകൾ വരും. ഇൻട്രസ്റ്റഡ് ഇൻ, ലിസൺ ടു എന്നൊക്കെ പറയും പോലെ. അത് ഡിക്ഷണറി നോക്കിയാൽ കിട്ടും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ പ്രിപ്പോസിഷനുകൾ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പശ പോലെയാണ്. വാക്കുകളെയും ആശയങ്ങളെയും ശരിയായി ഒട്ടിച്ചു ചേർക്കുന്നു. നല്ല ഉപമയാണ്. അവ വാക്യങ്ങൾക്ക് വ്യക്തതയും ഒഴുക്കും നൽകുന്നു. കുറച്ച് സമയമെടുക്കും, പക്ഷെ സ്ഥിരമായി ശ്രദ്ധിച്ചാൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ഓർക്കുക, ഇതൊരു തുടർച്ചയായ പഠനമാണ്. പരിശീലനം നിർത്തരുത്. അതെ, ഇംഗ്ലീഷ് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രിപ്പോസിഷനുകൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെറുതെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അത് തന്നെ വലിയൊരു വ്യത്യാസമുണ്ടാക്കും. ശരി, ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. അടുത്ത തവണ കാണാം.